കിമേതന്നാഭിജാനാമി ജാനന്നഭി മഹാമദേ യത് പ്രേമ പ്രവണം ചിത്തം വിഗുണേഷ്വഭിബന്ധുഷു. കിമേതന്ന അഭിജാനാമി ജാനന്നഭി മഹാമദേ യത് പ്രേമ പ്രവണം ചിത്തം വിഗുണേഷ്വഭി ബന്ധുഷു. മഹാമതേ, മഹാമതിയായ അലയോ രാജാവേ, ജാനൻ അഭി അറിയുന്നവനാണെങ്കിലും, വിഗുണേഷു ബന്ധുഷു അഭി വിഗുണന്മാരായ ബന്ധുക്കളിൽ കൂടിയും, യത് ചിത്തം എൻ്റെ മനസ്സ് പ്രേമപ്രവണം പ്രേമമുള്ളതാണ്. ഏതത് കിം ഇതെന്ത് ന അഭിജാനാമി ഞാൻ അറിയുന്നില്ല. മഹാമതിയായ അലയോ രാജാവേ, അറിവുള്ളവനാണെങ്കിലും എൻ്റെ മനസ്സ് ഗുണമില്ലാത്ത ബന്ധുക്കളിലും സ്നേഹമുള്ളതായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ അറിയുന്നില്ല. മഹാമതി മഹത്തായ മതിയുള്ളവൻ, അല്ലെങ്കിൽ ശ്രേഷ്ഠമായ മനസ്സുള്ളവൻ. വിഗുണേഷു ബന്ധുഷു ഗുണമില്ലാത്തവരായ ബന്ധുക്കളിൽ, സ്നേഹമില്ലാത്തവരും ധനലോഭികളുമായ ബന്ധുക്കളിൽ. പ്രേമപ്രവണം പ്രേമം കൊണ്ട് നമിച്ചത്, സ്നേഹഭാരം വഹിക്കുന്നത്. ഏതദ്ന അഭിജാനാമി കിം ഇത് ഞാൻ അറിയുന്നില്ല എന്തുകൊണ്ട്. ഈ ചോദ്യം വൈശ്യൻ രാജാവിനോട് ചോദിക്കുന്നതാണെങ്കിലും പ്രപഞ്ചത്തിലുള്ള എല്ലാവരോടുമുള്ള ചോദ്യമാണ്. എല്ലാ മനുഷ്യർക്കും ഇക്കാര്യങ്ങൾ അറിയാം. കുടുംബബന്ധം, സ്നേഹബന്ധം തുടങ്ങി മനുഷ്യനെ വരിഞ്ഞുമുറുക്കുന്ന ബന്ധങ്ങളുടെ ചങ്ങല മിഥ്യയാണ്. ഇതറിഞ്ഞുകൊണ്ട് തന്നെ മനുഷ്യൻ ആ ബന്ധങ്ങൾക്ക് ദിവ്യമായ മാനങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്നു. ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ സ്നേഹിതരുടെയോ ഒരു പുഞ്ചിരിക്കോ അല്പനേരത്തെ മുഖപ്രസാദത്തിനോ വേണ്ടി എന്ത് കഷ്ടപ്പാടും സഹിക്കാൻ തയ്യാറാകുന്നു. അവർ തന്നെ സ്നേഹിക്കുന്നില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവരെ സ്നേഹിക്കുന്നു. സമാധി എന്ന വൈശ്യന് നേരിട്ട് അനുഭവമുള്ള കാര്യമാണ് തൻ്റെ ഭാര്യാപുത്രാദികളുടെ ധനലോഭം. അവർക്ക് ആവശ്യം അദ്ദേഹത്തിന് ധനമായിരുന്നു. അത് കയ്യിൽ കിട്ടിയപ്പോൾ അവർ അദ്ദേഹത്തെ ആട്ടിപ്പുറത്താക്കി. നിരാധാരനായി വനത്തെ അഭയം പ്രാപിച്ച അദ്ദേഹം പൂർവ്വപുണ്യപരിഭാഗത്താൽ എത്തിച്ചേർന്നത് മേധസ്സിൻ്റെ ആശ്രമത്തിലാണ്. പ്രശാന്ത ശ്വാവതാകീർണവും മുനിശിഷ്യോപസേവിതവുമായ ആശ്രമത്തിലെത്തിയപ്പോഴും കഴിഞ്ഞതൊക്കെ മറന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സ് ആശ്രമാന്തരീക്ഷത്തിൽ പ്രസരിക്കുന്ന ആധ്യാത്മിക ചൈതന്യം ഉൾക്കൊള്ളുന്നില്ല. ഭാര്യാപുത്രാദികളിൽ മനസ്സ് ശക്തമായിരിക്കുന്നു. ഇതിന് കാരണം എന്തെന്ന് സ്വയം ചോദിക്കാനുള്ള ജ്ഞാനം സമാധിക്കുണ്ട്. പക്ഷെ ഉത്തരം കിട്ടുന്നില്ല. സുരതരാജാവിൻ്റെ കഥയും വ്യത്യസ്തമല്ല. തേഷാം കൃതേ മേ നിശ്വാസോ ദൗർമനസ്യം ച ജായതേ കരോമി കിം യന്ന മന തേഷ്വപ്രീതിഷു നിഷ്ഠുരം. തേഷാം കൃതേ മേ നിശ്വാസോ ദൗർമനസ്യം ച ജായതേ കരോമി കിം യന്ന മന തേഷപ്രീതിഷു നിഷ്ഠുരം. തേഷാം കൃതേ അവർ നിമിത്തം, മേ എനിക്ക്, നിശ്വാസവും ദൗർമനസ്യം ച ദൗർമനസ്യവും ജായതേ ഉണ്ടാകുന്നു. അപ്രീതിഷു തേഷു പ്രീതിയില്ലാത്തവരായ അവരിൽ യത് മന ഏത് എൻ്റെ മനസ്സ് നിഷ്ഠുരം നിഷ്ഠൂരമല്ല. കിം കരോമി ഞാൻ എന്തു ചെയ്യട്ടെ. അവരെക്കുറിച്ച് എനിക്ക് ദീർഘനിശ്വാസവും ദൗർമനസ്യവും ഉണ്ടാകുന്നു. എന്നിൽ പ്രീതിയില്ലാത്ത അവരിൽ എൻ്റെ മനസ്സ് നിഷ്ഠൂരമാകുന്നില്ല. ഞാൻ എന്തു ചെയ്യട്ടെ. തന്നെക്കുറിച്ച് പ്രീതിയില്ലാത്തവരെന്ന് മാത്രമല്ല, തന്നെ ആട്ടിയോടിച്ചവരും കൂടി ആകയാൽ അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ക്രോധമാണ് ഉണ്ടാകേണ്ടത്. അതുണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല, അവർക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാകുമോ എന്ന് ചിന്തിച്ച് ദീർഘനിശ്വാസം ഉണ്ടാകുകയും ചെയ്യുന്നു. അവരുടെ നേർക്ക് മനസ്സ് നിഷ്ഠുരത കൈക്കൊള്ളുന്നില്ല. കോപവും വെറുപ്പും ഉണ്ടാകാത്ത അവസ്ഥയോട് അദ്ദേഹം പൊരുത്തപ്പെടുന്നുമില്ല. ഞാൻ എന്ത് ചെയ്യട്ടെ എന്ന് വിലപിക്കാനേ കഴിയുന്നുള്ളൂ.